LDF രാജ്യസഭാ സീറ്റിലെ ഉഭയകക്ഷി ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞു. മുന്നണിയുടെ കെട്ടുറപ്പിനു വേണ്ടി സീറ്റിൽ വിട്ടുവീഴ്ച വേണമെന്ന CPMന്റെ ആവശ്യം CPI തള്ളി. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സീറ്റ് ആവശ്യത്തിൽ കേരള കോൺഗ്രസ് എമ്മും ഉറച്ചുനിന്നു. 3 രാജ്യസഭാ സീറ്റ് ജൂലൈ മാസം 1-ാം തീയതിയാണ് ഒഴിവ് വരുന്നത്. നിയമസഭയിലെ അംഗബലമനുസരിച്ച് 2 സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുക. ഒരു സീറ്റ് CPM ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. മറ്റൊരു സീറ്റിന് വേണ്ടി 4 പാർട്ടികൾ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഉഭയകക്ഷി ചർച്ചകൾ CPM നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് മുന്നണി വിടാൻ സാധ്യതയുണ്ടെന്നും മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നും CPIയോട് CPM ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. CPIയുമായി CPM വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്തും. CPIക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കോട്ടയം സീറ്റ് കൂടി തോറ്റതോടെ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലെന്നും രാജ്യസഭാ സീറ്റ് നൽകണമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ചില പൊളിറ്റിക്കൽ ഗോസിപ്പിന്റെ ഇടയ്ക്ക് വന്നു. ഏതാണ്ട് വേറൊരു പദവി രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ, അതിനകത്ത് വേറൊരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിന് മുന്നോടിയായി തീരുമാനം അറിയിക്കാമെന്നാണ് 2 പാർട്ടികളെയും CPM അറിയിച്ചിരിക്കുന്നത്. സീറ്റ് ആവശ്യം ശക്തമായി ഉന്നയിക്കുന്ന RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നതും ശ്രദ്ധേയമായി. മീഡിയ 1 തിരുവനന്തപുരം.